മക്കളെ ഇത് ഏതാ വ്യൂ പോയിന്റ്? സുഹൃത്തുക്കളെ ഞങ്ങൾ നരസിംഹ വ്യൂ പോയിന്റ് അവിടെ എത്തിട്ടോ. അട്ടപ്പാടി ആ ഓക്കെ. നരസി വ്യൂ പോയിന്റിൽ അവിടെ എത്തിട്ടോ. അട്ടപ്പാടി നരസിമുക്ക്. വാ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാട്ടോ. അല്ലേ ഇത് സത്യത്തിൽ ഇതൊരു സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷനാണ്. അടിപൊളി. ആ മുകളിൽ കുറെ പോണല്ലേ. വ്യൂ അസാധ്യ കാഴ്ച അല്ലേ. എനിക്ക് പറയാനൊന്നുമില്ല, പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരം. പിന്നെ സുഹൃത്തുക്കളെ അട്ടപ്പാടിയിലെ ഒരു മലയുടെ മുകളിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. ഏറ്റവും മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താണ് ഈ മലയുടെ മുകളിൽ കയറിയിട്ട് എനിക്ക് പറയുള്ളത്? മലയുടെ മുകളിൽ കയറിയിട്ട് എന്താ പറയാനുള്ള വെച്ചാല് നല്ലൊരു കാഴ്ചയാണ്. നല്ലൊരു കാഴ്ച അല്ലേ. മുകളിൽ വിമാനത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന്. അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നല്ല രസമാണ്. നല്ലൊരു കാറ്റും. നല്ലൊരു കാറ്റുണ്ടല്ലേ. നല്ലൊരു ഇതിന്റെ പേരെന്താണ്? ഇവിടെ നരമുക്കോ? നരസിമുക്ക്. നരസിമുക്ക് അട്ടപ്പാടിയിലെ നരസിമുക്ക്. ഈ കുട്ടികളോട് ചോദിച്ചു നോക്കാം. ഈ കുട്ടികളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ കുറിച്ച് അഭിപ്രായം? ഈ മല കയറിയപ്പോ ഈ മല കയറിയപ്പോ എന്താണ് അഭിപ്രായം? സുഹൃത്തുക്കള് ഞങ്ങൾ നരസിമുക്ക് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പൊ 6:10 ഉണ്ടാവും അല്ലേ ഷെബി? എത്രയായി സമയം? ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ. അവിടെ കയറിയാലാണ് രസം. രസല്ലേ? എന്തായാലും രസം. ഇത്ര താഴ്ച അടിപൊളി ഇത് തന്നെയാണ്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് റൈഡേഴ്സും ഒരുപാട് സഞ്ചാരികളും ഈ ഈവനിങ് ടൈം ആസ്വദിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ പോയിന്റ് അട്ടപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ നിങ്ങൾ കാണാതിരിക്കരുത്. അടിപൊളി വൈബാണ്. കാണാനുള്ള രസം ഈ ടൈം തന്നെയാണ് കേട്ടോ അല്ലേ. കാറ്റായിരിക്കും. പിന്നെ ഇവിടെ കുടല് പിന്നെ അച്ചപ്പം ഇതൊക്കെ ഉണ്ട്. ഇതിലിങ്ങനെ പോവാം. உங்கள் பார்த்து கொண்டிருப்பது நரசிமுக்கு வியூ பாயிண்ட். എന്താ വ്യൂ? വാ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാം കേട്ടോ. അല്ലേ ഇത് സത്യത്തിൽ ഇതൊരു സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷനാണ്. ഇവിടെ ചുള്ളന്മാരൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട്. നരസിമുക്ക് വ്യൂ പോയിന്റ്. നല്ല അടിപൊളി കാറ്റ് കേട്ടോ. കാറ്റ് അടിപൊളിയല്ലേ ഷെബിയ? നല്ല ഇളം കാറ്റ്.
നമ്മൾ അവിടുന്ന് നോക്കിയപ്പോഴേ ഇവിടേക്ക് എങ്ങനെ വരികയെന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ അങ്ങനെ വന്നു പോയില്ലേ. ആളുകളൊക്കെ പോന്നു. അടിപൊളി. ആ മുകളിൽ കൊറേ പോണല്ലേ. ഓനെ ഞാൻ ബ്ലോഗർ ആക്കിയിരുന്നു. ഫുള്ള് നമ്മളെ മലപ്പുറം ടീമാണ് അല്ലേ. കഴിഞ്ഞ എന്തായാലും കേറിയതല്ലേ, കുറച്ചേരം അവിടെ ഇരുന്നിട്ടേ പോരുള്ളൂ. അതങ്ങനെ തന്നെ അല്ലേ നമ്മൾ ആസ്വദിക്കണ്ടേ. ഒരു അടിപൊളി റോഡ് വേണമൊക്കെ, സ്വിറ്റ്സർലാൻഡ് മാതിരി. അതാ റോഡ്, അത് ചുരമാണല്ലേ, അടിപൊളി ചുരം. ഇറങ്ങി ഇറങ്ങി പോലെ റോഡ് നമ്മള് ഇല്ല, ഇനി നമ്മക്ക് പോണ്ട. നമ്മള് വന്ന റോഡില്ലേ, ആ റോഡാണ്. വന്ന റോഡാണത്. ഇങ്ങോട്ട് ആറ്റും ഇങ്ങനെ പോയി പോയി അടിപൊളി റോഡ്. പിന്നെ സമാധാനം, ഇറക്കം കയറ്റുണ്ട്. അതുണ്ട്. വെറും കയറ്റാണെങ്കിൽ ഞാൻ മുട്ട തിരിച്ചു വരുമ്പോൾ വ്യൂ പോയിന്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂളിക്കടവ് എന്ന് പറഞ്ഞൊരു ടൗണ് കാണാം. അതാണ് ആ കാണുന്നത്. ഇവിടുത്തെ വ്യൂ അസാധ്യ കാഴ്ച തന്നെ അല്ലേ. എനിക്ക് പറയാനൊന്നുമില്ല, പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരം. പിന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അത്ര. വന്നോ വന്നോ. നമുക്ക് ആ അങ്ങാടി കുടിക്കാം.
കടത്തി ലൈറ്റ് എത്തുണ്ടില്ലടാ. ഈ രാത്രിയിൽ ഇങ്ങനെ പോണ വേറെ വൈബാ. പോലെ പോലെ അങ്ങനെ പോലെ അടക്കെ ഇതിനൊരു അവസാനമില്ലേ? ആളുകളങ്ങനെ പോണു. വ്യൂ തേടി പോവാണ് സുഹൃത്തുക്കളെ. അട്ടപ്പാടിയിലൂടെ ഉൾവനങ്ങളിലൂടെയാണ് ഈ പോണത്. കഴിഞ്ഞോ? എന്തായി? എന്തായാലും ഈ വല്ലാതെ പാറിപ്പോയല്ലോ. ആരുടെ തന്നെ പിടിച്ചോണ്ടോ? ഓ ഇതാണ് കേട്ടോ അമേസിങ്. ഒരു കയറിയൊരു കാര്യം ഉണ്ടായിട്ടോ. ഏറ്റവും മലന്റെ മുകളിലാണ് ഇപ്പൊ നമ്മള്. അട്ടപ്പാടിയിലെ വലിയൊരു മലയുടെ മുകളിലാണ് ഇപ്പൊ ഞങ്ങൾ നിക്കണേ. ഏറ്റവും മുകളിലാണ് ഇപ്പൊ ഞങ്ങള്. അവിടെ എന്തോളി ഓക്കെ. അങ്ങോട്ട് പോയി വീഴല്ലോ സുഹൃത്തുക്കളെ. അട്ടപ്പാടിയിലെ ഒരു മലയുടെ മുകളിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. ഏറ്റവും മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താണ് ഈ മലയുടെ മുകളിൽ കയറിയിട്ട് എനിക്ക് പറയുള്ളത്? മലന്റെ മുകളിൽ കയറിയിട്ട് എന്താ പറയാനുള്ള വെച്ചാല് നല്ലൊരു കാഴ്ചയാണ്. നല്ലൊരു കാഴ്ച അല്ലേ? മുകളിൽ വിമാനത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന്. അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നല്ല രസമാണ്. നല്ലൊരു കാറ്റും. നല്ലൊരു കാറ്റുണ്ടല്ലേ? നല്ലൊരു. ഇതിന്റെ പേരെന്താണ്? ഇവിടെ നരമുക്കോ? നരസിമുക്ക്. അട്ടപ്പാടിയിലെ നരസിമുക്ക്. ഈ കുട്ടികളോട് ചോദിച്ചു നോക്കാം. ഈ കുട്ടികളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ കുറിച്ച് അഭിപ്രായം? ഈ മല കയറിയപ്പോ ഈ മല കയറിയപ്പോ എന്താണ് അഭിപ്രായം?